വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളും ഉള്ളിലെ ഗണേ. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളും ഉള്ളിലെ ഗണേ. വചനം പഠിക്കുവാൻ വചനം ജീവിച്ചിടാൻ വചനം പകർന്നു രക്ഷ സ്വന്തമാക്കിടാൻ വിളവേറി നൽകിടും വയലായൊരുക്കണേ വിശുദ്ധി ലക്ഷ്യമായി മുന്നേറിടാൻ. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളും ഉള്ളിലെ ഗണേ. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളും ഉള്ളിലെ ഗണേ. ദൈവം എന്റെ പിതാവാണ്. യേശു എന്റെ രക്ഷകനും നാഥനുമാണ്. പരിശുദ്ധാത്മാവ് നിത്യവും എന്നെ നയിക്കുന്നു. ദൈവരാജ്യമാണ് എന്റെ ലക്ഷ്യം. തിരുസഭ എന്റെ മാതാവാണ്. കത്തോലിക്ക സഭയിൽ അംഗമായതിൽ ഞാൻ അഭിമാനിക്കുന്നു. സത്യത്തിൽ അടിയുറച്ചതും നീതിയിൽ സന്തോഷിക്കുന്നതും സ്നേഹത്തിൽ നിലനിൽക്കുന്നതുമായ ജീവിതം നയിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഭാരതം എന്റെ ജന്മനാടാണ്. എല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. എല്ലാവരെയും വിശിഷ്യ എന്റെ മാതാപിതാക്കന്മാരെയും ഗുരുപുത്രെയും ഞാൻ ആദരിക്കുന്നു. സഭയോടൊത്ത് നാടിനു വേണ്ടി ഞാൻ സേവനം ചെയ്യും. വിശ്വാസത്തിനു വേണ്ടി ജീവൻ ത്യജിക്കുവാനും ഞാൻ തയ്യാറാണ്. അനുദിന വിശുദ്ധ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ഒക്ടോബർ 15 ആഘോഷിക്കുന്നു. കുട്ടിക്കാലത്ത് തന്നെ വിശ്വാസ ജീവിതത്തിൽ അതീവ തീക്ഷ്ണമതിയായിരുന്നു അമ്മ ത്രേസ്യ. 18-ാം വയസ്സിൽ ആവിലായിലെ കർമ്മലിത്ത മഠത്തിൽ ചേർന്ന ത്രേസ്യയ്ക്ക് സന്യസ്ത ജീവിതം ഒരു ഹരമായി മാറി. തന്റെ 38-ാമത്തെ വയസ്സിൽ വിശുദ്ധ അഗസ്തീനോസിന്റെ കൺഫെഷൻസ് ഓഫ് സെയിന്റ് അഗസ്റ്റിൻ എന്ന പുസ്തകം അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമായി. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ത്രേസ്യ ഏകാന്ത പ്രാർത്ഥനയ്ക്കും ആത്മാവിന്റെ പൂർണ്ണ വിശുദ്ധീകരണത്തിനും കൊതിച്ചു. കർമ്മലിത്ത മഠത്തിന്റെ നവീകരണത്തിനു വേണ്ടി അവൾ പ്രവർത്തിച്ചു. 17 മഠവും 15 ആശ്രമങ്ങളും സ്ഥാപിച്ചു. പ്രാർത്ഥനയുടെ ഉന്നത പദവിയിലെത്തിയ ത്രേസ്യയുടെ ജീവിതത്തിൽ ദൈവനിവേശങ്ങളും ഭൗതിക അനുഭവങ്ങളും സാധാരണമായി. ഒന്നെങ്കിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു അവളുടെ മുദ്രാവാക്യം. 1582 ഒക്ടോബർ 4-ാം തീയതി ഈശോയുടെ ത്രേസ്യയെ ഈശോ തന്നെ സ്വർഗത്തിലേക്കും സ്വീകരിച്ചു. 1662 വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 1970 സെപ്റ്റംബർ 27-ാം തീയതി പോൾ 6-ാമൻ മാർപ്പാപ്പ വിശുദ്ധ ത്രേസ്യയെ സഭയിലെ വേദപാരംഗതരുടെ പട്ടികയിലേക്ക് ഉയർത്തി. നമുക്കും വിശുദ്ധ ത്രേസ്യയെ പോലെ അനേക മക്കൾ വൈദിക സമർപ്പിത ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ പ്രാർത്ഥിക്കാൻ അമ്മ ത്രേസ്യയുടെ ജീവിതം പ്രചോദനമാകട്ടെ. നന്ദി. നമുക്ക് പഠിക്കാൻ സഹായിക്കുന്ന വചനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകുന്നു. നെഹമ്യ 2:20. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സന്നദ്ധയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പിയർ 4:19. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പിയർ 4:13. അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എന്റെ അടുക്കൽ വരട്ടെ, അവരെന്റെ വിദ്യാലയത്തെ ഒന്ന് വസിക്കട്ടെ. പ്രഭാഷകൻ 51:23. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് 14-ാം അധ്യായം 14-ാം വാക്യം. നിന്ന് റീഗ മരിയ. ആചാരങ്ങൾക്ക് അപ്പുറത്താണ് മതം. മുഹമ്മദ് ഫൈസി ഓണം പിള്ളി. ഭ്രൂണ ഹത്യയും കാരുണ്യവധവും
മനുഷ്യജീവനെ മാലിന്യമായി കാണുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. മഹായുദ്ധകാലത്തെ കാവൽ മാലാഖയായിരുന്ന ഫാദർ ജോവാനി വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടു. കോവിഡ് മൂലം 2 കാർഡിനൽമാർ നിര്യാതരായി. കാർഡിനൽ ഹോസെ ഫയർ ഫാൽകാവോ, കാർഡിനൽ യൂസേബിയോ ഓസ്കർ ഷീഡ്. താങ്ക് യു. ഈശോമിശിഹായ്ക്ക് ദൈവമാതാവ്, ദൈവത്തിന്റെ പുത്രനെ മാതാവായി തിരഞ്ഞെടുത്ത കളങ്കമറ്റ കന്യകയാണ് പരിശുദ്ധ മാതാവ്. ദാവീദ് രാജാവിന്റെ കുടുംബത്തെ ജവാക്കിന്റെയും അന്നയുടെയും മകളായി ജനിച്ച മറിയം വിശുദ്ധരിൽ ഏറ്റവും ശ്രേഷ്ഠയാണ്. കാൽവരയിൽ കുരിശിൽ കിടന്നുകൊണ്ട് കഠോര പീഡകൾ സഹിച്ചു മരിക്കാൻ പോകുന്ന സമയത്താണ് ഈശോ തന്റെ മാതാവിനെ ലോകത്തിന് മുഴുവൻ അമ്മയായി നൽകിയത്. മരിയൻ ഭക്തിയുടെ ഉറവിടം കാൽവരിയിലെ കുരിശിൻ ചുവടാണ് എന്നും പറയാം. ഒരു ശിശുവിനെ പോലെ നമുക്ക് വിശ്വാസത്തോടെയും ശരണത്തോടെയും കൂടെ ഏത് അവസരത്തിലും നമുക്ക് മാതാവിനെ സമീപിക്കാം. ജപമാല രാജ്ഞിക്ക് പ്രത്യേകം പ്രതിഷ്ഠിതമായ മാസമാണ് ഒക്ടോബർ മാസം. എല്ലാ ഇടവക ദേവാലയങ്ങളിലും ഭവനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ രൂപം അലങ്കരിക്കുകയും കൊന്തച്ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകണം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. നമ്മോടൊപ്പം ആയിരിക്കുന്നവൾ. നമുക്കും പരിശുദ്ധ അമ്മയോടൊപ്പം ചേരാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മേ അമ്മേ മാമരിയേ, ഈശോ ആണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. അമ്മേ അമ്മേ മാമരിയേ, ഈശോ ആണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. Feastful greetings to our dear sister Dia. May the Creator shower His blessings, health, wealth, and prosperity to continue your spiritual life throughout the year. Thank you.